ഹായ്, +2 എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്കറിയാം ചൊവ്വാഴ്ച നിങ്ങളുടെ കെമിസ്ട്രി എക്സാമിനേഷൻ ആണ്. അപ്പോൾ കെമിസ്ട്രിയിൽ എന്തൊക്കെ നമ്മൾ പഠിച്ച് എക്സാമിനേഷന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു A+ ഉറപ്പിക്കാം എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ തന്നെ ചില ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും, അത്രയും നിങ്ങൾക്ക് കവർ ചെയ്യാമെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ A+ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ A+ വാങ്ങണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ട് വേണം എക്സാമിനേഷന് വേണ്ടി പോകേണ്ടത്. അതിൽ തന്നെ ചില ടോപ്പിക്സ് എടുത്ത് പറയുന്നത് കൃത്യമായി നോക്കിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കുറച്ചുകൂടി ഈസി ആകും. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സൊല്യൂഷൻ എന്നതാണല്ലോ നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ടേംസ് ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെർസെന്റേജ്, മൊളാലിറ്റി, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, ഇതെല്ലാം നിങ്ങളൊന്ന് ഫോർമുല കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇതിൽ നിന്നും 1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ കാൽക്കുലേഷനോ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ P = kh/chi. സോ ആ ഹെൻറീസ് ലോയും അതിന്റെ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പഠിക്കണം. ഒപ്പം അതിന്റെ ആപ്ലിക്കേഷൻസ്, 3 ആപ്ലിക്കേഷൻസ്: സോഡ മേക്കിംഗ്, സ്ക്യൂബ ഡൈവിംഗ് ആൻഡ് അനോക്സിയ. സോ ഈ 3 കാര്യങ്ങളും അതിന്റെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വേണം എക്സാമിനേഷന് പോകേണ്ടത്. റൗൾസ് ലോ എന്ന് പറയുന്നതാണ് നമ്മൾ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്. അവിടെ ഇക്വേഷൻ P1 = P10 × chi1 ഉം P2 = P20 × chi2 എന്ന് പറയുന്ന ഇക്വേഷൻസും ഒപ്പം അതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇങ്ങനെ വരുന്ന ഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ആ ഗ്രാഫ് നന്നായിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ആ ഗ്രാഫിന്റെ ആക്സിസുകളും അതില് പ്ലോട്ട് ചെയ്യേണ്ട വാല്യൂസ് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം പോകേണ്ടത്. അതുപോലെ റൗൾസ് ലോയുടെ ഇമ്പോർട്ടന്റ് സാധനമാണ് 2 സൊല്യൂഷൻസ്: ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. എ സൊല്യൂഷൻ which obey Raoult's law in the entire range of concentration is called ideal solution. സോ ഐഡിയൽ സൊല്യൂഷൻ നന്നായിട്ട് പഠിക്കുക വിത്ത് എക്സാമ്പിൾ. 3 എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്: N-hexane, N-heptane, benzene, toluene, chloroethane, bromoethane. ഈ എക്സാമ്പിൾസ് എല്ലാം നന്നായിട്ട് നോക്കി വെച്ചിരിക്കാം. പിന്നെ 2 ഡീവിയേഷൻസ് ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. പോസിറ്റീവ് ഡീവിയേഷൻ അത് രണ്ടും നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ ഗ്രാഫ് എങ്ങോട്ട് പോകും? മുകളിലേക്ക് കയറും. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ ഗ്രാഫ് താഴേക്ക് ഇറങ്ങും. അപ്പൊ അതിന്റെ ഗ്രാഫ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം അതിന്റെ എക്സാമ്പിൾസും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. സൊല്യൂഷൻ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അസിയോട്രോപ്സ് അഥവാ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ്. അപ്പൊ അവരുടെ തന്നെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. വിത്ത് എക്സാമ്പിൾ വേണം പഠിച്ചു വെക്കേണ്ടത്. എന്നാൽ സൊല്യൂഷൻ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തന്നെയാണ്. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുമ്പോൾ നിങ്ങൾ റിവേഴ്സ് ഓസ്മോസിസ് കൂടി വളരെ നന്നായിട്ട് പഠിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത്. ലാസ്റ്റ് നമ്മുടെ വാൻ ഹോഫ് ഫാക്ടർ, ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഈസ് കോൾഡ് വാൻ ഹോഫ് ഫാക്ടർ. അത് I വാല്യൂ 1 ആണെങ്കിൽ there is no association, there is no dissociation. I വാല്യൂ greater than 1 ആണെങ്കിൽ ഡിസോസിയേഷൻ, less than 1 ആണെങ്കിൽ അത് അസോസിയേഷൻ. അപ്പൊ വാൻ ഹോഫ് ഫാക്ടറുടെ ഇമ്പോർട്ടൻസ് കൂടി നോക്കി വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു തീർത്തു. അടുത്ത് നമുക്ക് വരേണ്ടത് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആദ്യം തന്നെ പഠിക്കുന്നത് ഡാനിയൽ സെല്ലാണ്. സിങ്ക് ആനോഡായിട്ടും കോപ്പർ കാഥോഡായിട്ടും വരുന്ന ആ ഡാനിയൽ സെല്ലിന്റെ ഫിഗറും ഇക്വേഷൻസും നന്നായിട്ട് പഠിക്കാം. 1.1 വോൾട്ട് ആണ് അതിന്റെ EMF വാല്യൂ. ഒരു ഈ സെല്ല് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. E0 സെൽ കാണാനായിട്ട് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ആ ഫോർമുല തന്നെയാണ് ജനറൽ ഫോർമുല. അതുപോലെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഫിഗറും ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കണം. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏതൊരു ടെമ്പറേച്ചറും 0 വോൾട്ട് ആണ്, അതും നിങ്ങൾ മറക്കരുത്. പിന്നെ നമ്മുടെ നേഴ്സ്റ്റ് ഇക്വേഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ 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 വിരളമാണ്. അപ്പൊ നേഴ്സ്റ്റ് ഇക്വേഷൻ വളരെ നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. E cell is equal to E0 cell minus 2.3 RT/NF into log R0/R. log anode by cathode. അപ്പൊ നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ LN ഫോർമാറ്റിലും പഠിക്കാം, അല്ലെങ്കിൽ ലോഗ് ഫോർമാറ്റിലും പഠിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അത് ചിലപ്പോൾ ഡാനിയൽ സെല്ലിന് വേണ്ടിയിട്ട് എഴുതാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ആനോഡിന്റെ സ്ഥലത്ത് സിങ്ക് എന്നും കാഥോഡിന്റെ സ്ഥലത്ത് കോപ്പർ എന്നും ഒക്കെ എഴുതിയാൽ മതി. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് അവിടെ 2 ആണ്. അതുകൂടി ഒന്ന് നോക്കി വേണം എഴുതേണ്ടത്. അതാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ. അടുത്ത ഇമ്പോർട്ടന്റ് വരുന്നതാണ് മോളാർ കണ്ടക്ടിവിറ്റി, ഇലക്ട്രോളിറ്റിക് കണ്ടക്ടൻസ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇലക്ട്രോളിറ്റിക് കണ്ടക്ടൻസ് പറയുമ്പോൾ അതിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, nature of the electrolyte, nature of the solvent and its viscosity, size of ions produced, temperature. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ എല്ലാം അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കുക.
ഒപ്പം മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിൽ ഡിഫറൻസ് നോക്കണം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, when the concentration reaches zero, the limiting molar conductivity approaches maximum. That maximum value is called a limiting molar conductivity. ആ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വെച്ച് എഴുതുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ കോൾറാഷസ് ലോ. The limiting molar conductivity of an electrolyte can be represented as the sum of individual contribution of anion and cation എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൾറാഷസ് ലോ. നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ അസറ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതിങ്ങനെയാണ്. λm0 of CH3COOH എങ്ങനെ കണ്ടുപിടിക്കും? is equal to λm0 of CH3COONA സോഡിയം സോൾട്ട് പ്ലസ് λm0 of HCl. ഇവിടെ എക്സ്ട്രാ വെച്ചിരിക്കുന്ന NaCl മൈനസ് ചെയ്യണം. സോ മൈനസ് λm0 of NaCl. സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കോൾറാഷസ് ഇത് ചോദിക്കുന്നത്. അപ്പൊ കോൾറാഷസ് വളരെ നന്നായിട്ട് പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫാരഡേസ് ലോ പഠിക്കാം. രണ്ട് ലോ ഉണ്ട്, ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? The amount of substance deposited or liberated at an electrode is directly proportional to the quantity of electricity passed through it എന്നുള്ളതാണ്. രണ്ടാമത്തേത് സെയിം സെന്റൻസിന്റെ തുടക്കം the quantity of amount of substance deposited or liberated at an electrode is directly proportional to equivalent weight of the substance എന്നുള്ളതാണ്. Then നമ്മുടെ ബാറ്ററി, രണ്ട് ടൈപ്പ് ബാറ്ററീസ് ഉണ്ട്. ഏതൊക്കെയാ? പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി. അപ്പൊ അത് പ്രൈമറിക്ക് എക്സാമ്പിൾസ്, പ്രൈമറി എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല, അത് ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അവിടെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നത് ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും അതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ സെക്കൻഡറി ബാറ്ററിക്ക് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം സെല്ലും. ഇപ്പോ കൂടുതലായി നമ്മൾ ലെഡ് സ്റ്റോറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ അധികം കാണുന്നുണ്ട്. അപ്പൊ ലെഡ് സ്റ്റോറേജിന്റെ ആനോഡ് കാഥോഡ് ഇലക്ട്രോളിറ്റിക് റിയാക്ഷൻസ് ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകേണ്ടത്. പിന്നെ ഇമ്പോർട്ടന്റ് വരുന്നത് കൊറോഷൻ ആണ്. കൊറോഷന്റെ ഇക്വേഷൻ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ലൈക്ക് ഗാൽവനൈസേഷൻ മെത്തേഡ് ഉണ്ട്, ബിസ്ഫീനോൾ എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് യൂസ് ചെയ്യാം, പെയിന്റ് ചെയ്ത് സൂക്ഷിക്കാം, സാക്രിഫിഷ്യൽ മെത്തേഡ് ഉണ്ട്, ടിൻ പോലെയുള്ള സബ്സ്റ്റൻസ് കോട്ട് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് മെത്തേഡുകളും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രിയും മെയിൻ ടോപ്പിക്സ് അത്രയും കവർ ചെയ്ത് തീർക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ്. സ്വാഭാവികമായിട്ടും റേ ലോ ആണ് നമ്മൾ അതിൽ ആദ്യം പഠിക്കുന്നത്. R is equal to K into A raised to X into B raised to Y എന്ന് പറയുന്ന ഫോർമുല. അതിൽ K എന്ന് പറഞ്ഞാൽ എന്താണ്? K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോൾ റൈസ് ടു 1 മൈനസ് n ലിറ്റർ റൈസ് ടു n മൈനസ് 1 സെക്കൻഡ് റൈസ് ടു -1. ഇതാണ് അതിന്റെ ജനറൽ ഫോർമുല. അതിൽ n എന്ന് പറയുന്നത് ഓർഡർ ആണ്. nth ഓർഡർ എന്നാണ്, എത്രാമത്തെ ഓർഡർ എന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഫസ്റ്റ് ഓർഡറിനും സീറോ ഓർഡറിനും സെക്കൻഡ് ഓർഡറിനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കെയുടെ യൂണിറ്റ് കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഓർഡർ മോളിക്കുലാരിറ്റിയും എന്താണ് എന്നുള്ളത്. ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഒന്നുകൂടി ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ എ റേറ്റ് ലോ ഇക്വേഷൻ. മോളിക്കുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. then ഇതിന്റെ ഡിഫറൻസ് കൂടി നന്നായിട്ട് നോക്കിയിരിക്കണം. കാരണം ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ടേം ആണ്, മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ ടേം ആണ്. ഓർഡർ എന്ന് പറയുന്നത് 0, 1 ഫ്രാക്ഷൻ ഒക്കെ ആകാം, പക്ഷെ മോളിക്കുലാരിറ്റി ഒരിക്കലും സീറോയും ഫ്രാക്ഷനും ആകാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം ഡിഫറൻസ് എല്ലാം നന്നായിട്ട് നോക്കിയിരിക്കണം. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ, ദ റിയാക്ഷൻ വിച്ച് സീംസ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ കൈനറ്റിക്സ് ആർ കോൾഡ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഡെഫിനേഷൻസ് കൂടി നന്നായിട്ട് നോക്കിക്കോളൂ. സ്യൂഡോ ഓർഡർ പഠിക്കുമ്പോൾ അതിന് എക്സാമിന് പഠിച്ചോളൂ. കൈനറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. അത് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും. പഠിക്കാത്ത കുട്ടികൾക്ക് നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഹാഫ് ലൈഫ് പീരീഡും അതും സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും ഡിറൈവ് ചെയ്യാനും കണക്ക് ചെയ്യാനും പഠിച്ചു വെച്ചിരിക്കണം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് അറീനിയസ് ഇക്വേഷൻ ആണ്. K is equal to A into E raised to minus EA by RT എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ. അത് പഠിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ഇക്വേഷൻ കൂടി പഠിക്കണം. That is log K2 by K1 is equal to EA by 2.303 R into T2 minus T1 by T1 T2 എന്ന് പറയുന്ന രണ്ട് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റുകൾ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ. അതിൽ നിന്നും കാൽക്കുലേഷൻ പാർട്ട് ചോദിക്കുക, അല്ല വേറെ ഒന്നും ചോദിക്കില്ല, കാൽക്കുലേഷൻ ആയിരിക്കും അതിൽ നിന്ന് വരാൻ സാധ്യത. ഇത്രയും പഠിക്കുമ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് കംപ്ലീറ്റ് ആയി. അടുത്ത ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും പഠിക്കണം. അതായത് ഇപ്പോൾ ട്രാൻസിഷൻ എലമെന്റ് കാറ്റഗറി വരാത്ത 3 പേരുണ്ട്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഇപ്പൊ സ്കാൻഡിയം ഡിഫറെന്റ് ഓക്സിഡേഷൻ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചിരിക്കണം. പിന്നെ അവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഡിഫറെന്റ് ഓക്സിജൻ സ്റ്റേറ്റ് അവർ കാണിക്കുന്നു, അവർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു, അവർ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നു, അവർക്ക് കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്നു. ഇങ്ങനെയുള്ള അതിന്റെ പ്രോപ്പർട്ടിയും അതിന്റെ റീസൺസും നന്നായിട്ട് പഠിച്ചു വയ്ക്കണം.
അതുപോലെ നന്നായിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ രണ്ടിന്റെയും സ്ട്രക്ചർ, അയോണുകളുടെ സ്ട്രക്ചർ, പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, ഇത്രയും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റൻ ആണ് നമ്മുടെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. ദ റെഗുലർ ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ലാന്തനോയിഡ്സ് ഈസ് കോൾഡ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിന്റെ കാരണം പുവർ ഷീൽഡിംഗ് ഇഫക്ട് ഓഫ് എഫ് ഇലക്ട്രോൺസ്. അതിന്റെ കോൺസിക്വൻസ് എന്താ? സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അതിലൊരു ക്വസ്റ്റൻ ഉണ്ട്, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ്, എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന ആൻസർ ആയിട്ട് വരുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ 4 ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് സാധാരണഗതിയിൽ. ഒന്ന് നെയിമിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, 2 വാലൻസ് ബോണ്ട് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, 3 ഐസോമർസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, 4 നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഒക്ടൈഡൽ സ്പ്ലിറ്റിംഗും ടെട്രൈഡൽ, അത് വരയ്ക്കാതെ ചോദിക്കും, വേറെ ഒന്നും ചോദിക്കില്ല. അപ്പൊ ആ സ്പ്ലിറ്റിംഗ് നന്നായിട്ട് വരച്ചൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി വരുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് 4 ഓർഗാനിക് ചാപ്റ്റേഴ്സ്. ഈ 4 ഓർഗാനിക് ചാപ്റ്ററിലും നിങ്ങൾ പഠിക്കേണ്ടത് നെയിംഡ് റിയാക്ഷൻസ് എല്ലാം പഠിച്ചു തീർത്തോളണം. ഒപ്പം ടെസ്റ്റുകളെല്ലാം, ഇപ്പൊ ലൂക്കാസ് ടെസ്റ്റ്, ടോളറൻസ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ്, ഹിൻസ്ബർഗ് ടെസ്റ്റുകളെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. കാർബൈലമീൻ റിയാക്ഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഇപ്പൊ ആൽക്കഹോളിനും ആസിഡിനും ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് അവർക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഡൈപോൾ ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ആൽഡിഹൈഡ്സിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ജനറൽ പ്രോപ്പർട്ടീസ് എല്ലാം നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ SN1 മെക്കാനിസം, SN2 മെക്കാനിസം നല്ലോണം വരച്ച് എഴുതി പഠിച്ചോളണം. ഒപ്പം നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, ഇനാൻഷ്യൂമേഴ്സ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി, അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആസ്പെക്ട്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കാം. അതിലെ ബേസിക് ക്യാരക്ടറും അസിഡിക് ക്യാരക്ടറും അതും നന്നായിട്ട് നോക്കേണ്ട ടോപ്പിക്കാണ്. ബയോമോളിക്യൂളിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ നന്നായിട്ട് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അതിന്റെ മറ്റേ ക്ലാസിഫിക്കേഷൻ, പോളിസാക്കറൈഡ്, മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, ഈ ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് നോക്കുക. പ്രോട്ടീനകത്ത് വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ, പിന്നെ നമ്മുടെ പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷറി, ക്വാട്ടേണറി സ്ട്രക്ചേഴ്സ്, പിന്നെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, ദെൻ സ്വിച്ചർ അയോൺ ഫോർമേഷൻ, DNA RNA തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ജനറലി ഔട്ട്ലൈൻ നോക്കി കഴിയുമ്പോൾ നമ്മുടെ ബയോമോളിക്യൂൾസ് കഴിയും. ബയോമോളിക്യൂൾസ് അത്ര ഭയങ്കര നിങ്ങൾ ടഫ് ഉള്ള ചാപ്റ്റർ അല്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്ന ഒരു 3-4 മാർക്കിന് മാത്രമേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും A+ നേടാനുള്ളതെല്ലാം അതിനകത്തുണ്ട്. ഇതിൽ തന്നെ സൊല്യൂഷനകത്ത് നിങ്ങൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നന്നായിട്ട് പഠിക്കുക, ഹെൻറീസ് ലോ, റൗൾസ് ലോ നന്നായിട്ട് പഠിക്കുക. അടുത്ത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുമ്പോൾ നേഴ്സ് ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കോൾറാഷസ് ലോയും സെക്കൻഡറി ബാറ്ററിയും നന്നായിട്ട് പഠിക്കുക. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഹാഫ് ലൈഫ് പീരീഡും അറേഡിയസ് ഇക്വേഷനും നന്നായിട്ട് പഠിക്കുക. റേറ്റ് ലോയും ഓർഡർ മോളിക്യൂലായിട്ട് നമ്മുടെ ഡിഫറൻസ്, ഇത്രയും നിങ്ങൾ കൈനറ്റിക്സിനകത്ത് നന്നായിട്ട് നോക്കിയിരിക്കണം. പിന്നെ നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്കിനകത്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നന്നായിട്ട് നോക്കുക. നമ്മുടെ VB തിയറിയും അതുപോലെ തന്നെ നെയിമിങ്ങും ഐസോമർസും ഏറ്റവും നന്നായിട്ട് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് നോക്കുക. എല്ലാ നെയിംഡ് റിയാക്ഷൻസ് കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജയിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഹയർ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിച്ച് ചൊവ്വാഴ്ചയുള്ള എക്സാമിനേഷൻ നന്നായിട്ട് എഴുതുക. എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നന്നായിട്ട് പഠിക്കും. നിങ്ങളോടൊപ്പം എന്നും പണ്ടത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.